ഗുഡ് മോർണിംഗ് എവരിവൺ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡൈജഷൻ എന്ന പ്രോസസ്സിൻ്റെ അവസാനം വരെ പറഞ്ഞിട്ടുണ്ട്. ഇനി പഠിക്കാനുള്ളത് അബ്സോർപ്ഷനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് വേണ്ടത് ഫുഡിൽ നിന്നുള്ള ന്യൂട്രിയൻസിനൊക്കെ ബോഡിയിലേക്ക് അബ്സോർബ് ചെയ്തെടുക്കുക എന്നുള്ള കാര്യമാണ്. അപ്പോൾ മാത്രമേ ബോഡിയിലേക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസും മിനറൽസൊക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് അബ്സോർപ്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നത് നോക്കാം നമുക്ക്. Absorption of simple nutrients from the small intestine takes place along and against the concentration gradient. കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റ് എന്ന് പറയുമ്പോൾ ഗാഢത അല്ലേ, അതിൻ്റെ ഏറ്റവും കൂടിയ ഭാഗത്ത് നിന്ന് കുറഞ്ഞ ഭാഗത്തേക്കാണ് മൂവ് ചെയ്യുക. നിങ്ങൾക്ക് പിക്ചറിൽ വളരെ കറക്റ്റായിട്ട് മനസ്സിലാവും. അവിടെ ഒരു കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റ് ഉണ്ട്. ഗ്രേഡിയൻ്റ് മീൻസ് ചേഞ്ച് ആണ്. അവിടെ ചേഞ്ച് ഉണ്ട് അല്ലേ. ഒരു ഹയർ കോൺസെൻട്രേഷനും ഉണ്ട്, ലോവർ കോൺസെൻട്രേഷനും ഉണ്ട്. അപ്പോൾ എപ്പോഴും കോൺസെൻട്രേഷൻ കൂടിയ ഭാഗത്തു നിന്ന് കുറഞ്ഞ ഭാഗത്തേക്കാണ് ന്യൂട്രിയൻസ് മൂവ് ചെയ്യുക. അപ്പോൾ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റും നമുക്ക്. ബ്ലഡിൽ ന്യൂട്രിയൻസിൻ്റെ അളവ് കുറവായിരിക്കും. അപ്പോൾ ഡൈജഷൻ നടന്നു കഴിഞ്ഞാൽ ആ ഭാഗത്തുള്ള ന്യൂട്രിയൻസിനൊക്കെ ബ്ലഡിലേക്ക് അബ്സോർബ് ചെയ്തെടുത്തിട്ട് ബോഡി എല്ലാ പാർട്സിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ സഹായിക്കുന്നത്, ആ ഒരു മൂവ്മെൻറ്റിന് സഹായിക്കുന്നത് കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റ് ആണ്. സിമ്പിൾ ഡിഫ്യൂഷൻ, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ആൻഡ് ഓസ്മോസിസ് ആർ ദി മൂവ്മെൻറ്റ് ഓഫ് മോളിക്യൂൾസ് ഫ്രം എ റീജിയൻ ഓഫ് ഹയർ കോൺസെൻട്രേഷൻ ടു എ റീജിയൻ ഓഫ് ലോവർ കോൺസെൻട്രേഷൻ. നമുക്ക് പഠിക്കാനുള്ള മൂവ്മെൻറ്റുകൾ സിമ്പിൾ ഡിഫ്യൂഷനാണ്, അതുപോലെ തന്നെ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ആൻഡ് ഓസ്മോസിസ്. സിമ്പിളായിട്ട് പറയുന്നുണ്ടെങ്കിൽ ഡിഫ്യൂഷനും ഓസ്മോസിസും. അപ്പോൾ ഡിഫ്യൂഷൻ ആൻഡ് ഓസ്മോസിസ് എന്ന് പറഞ്ഞാൽ പ്രോസസ്സാണ്. അപ്പോൾ എന്തൊരു പ്രക്രിയയാണത്. അപ്പോൾ ആ പ്രക്രിയയിലൂടെയാണ് എന്ത് നടക്കുന്നത്, നമ്മൾ ഈ മൂവ്മെൻറ്റ് ഓഫ് ന്യൂട്രിയൻസ് നടക്കുന്നത്. സോ മനസ്സിലെപ്പോഴും വേണം ഡിഫ്യൂഷൻ ആൻഡ് ഓസ്മോസിസ്. ഡിഫ്യൂഷൻ രണ്ട് ടൈപ്പിലുണ്ട്. ഒന്ന് സിമ്പിൾ ഡിഫ്യൂഷൻ, മറ്റേത് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. ആസ് ദീസ് പ്രോസസ് ടേക്സ് പ്ലേസ് അലോങ് ദി കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ്, എനർജി ഈസ് നോട്ട് റിക്വയർഡ്. ഇവിടെ നമുക്ക് എന്തിൻ്റെ ആവശ്യമില്ല, എനർജി റിക്വയർമെൻറ്റ് ആവശ്യമില്ല. ഓക്കെ, സോ എനർജി ഇല്ലാതെ, എനർജീൻ്റെ യൂസ് ഇല്ലാതെ ന്യൂട്രിയൻസിനെ ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലേക്ക് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് ബേസിക്കായിട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് ഇൻ ഡെപ്തിൽ സിമ്പിൾ ഡിഫ്യൂഷനും ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനും ഓസ്മോസിസും എന്തൊക്കെയാണെന്നുള്ളത് പഠിക്കാം. ഫ്രം ദി പിക്ചർ ഇറ്റ് സെൽഫ് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ഡിഫ്യൂഷൻ. ആദ്യത്തെ പിക്ചർ നോക്കൂ. ഹയർ കോൺസെൻട്രേഷൻ, ഏറ്റവും കൂടുതൽ മോളിക്യൂൾസ് ഉള്ള ഭാഗത്തു നിന്ന് കുറഞ്ഞ ഭാഗത്തേക്ക് മൂവ് ചെയ്യുന്നു അല്ലേ. ഫസ്റ്റ് പിക്ചറിലെ ഫസ്റ്റ് പാർട്ട്. ദെൻ അദ്ദേഹത്തെ സെക്കൻഡ് പാർട്ട് നോക്കൂ. അത് ഈക്വൽ കോൺസെൻട്രേഷനായി മാറിയിട്ടുണ്ട്. രണ്ട് ഭാഗത്തും മെംബ്രെയിൻ്റെ അപ്പുറവും ഇപ്പുറവും ഈക്വലായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, മോളിക്യൂൾസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ പിക്ചർ ശരിക്കും ഒരു സെല്ലിൻ്റെ അകത്ത്, സെല്ലിൻ്റെ മെംബ്രെയിൻ്റെ അപ്പുറവും ഇപ്പുറമുള്ള പിക്ചറാണ് കാണിച്ചിട്ടുള്ളത്. ഇനി ഈ പിക്ചർ നോക്കും. മെംബ്രെയിൻ്റെ പുറത്താണ് ഏറ്റവും കൂടുതൽ മോളിക്യൂൾസ് ഉള്ളത്, ഉള്ളിൽ കുറവാണ്. അപ്പോൾ അവിടെ ഡിഫ്യൂഷൻ നടന്നു കഴിഞ്ഞിട്ടുള്ള ചിത്രമാണ് രണ്ടാമത് കാണിച്ചിട്ടുള്ളത്. നോക്കൂ, അവിടെ ഇപ്പോൾ രണ്ട് ഭാഗത്തും മെംബ്രെയിൻ്റെ അപ്പുറവും ഇപ്പുറവും, മെംബ്രെയിൻ്റെ ഇൻ ആൻഡ് ഔട്ട് രണ്ട് ഭാഗത്തും എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപോലെ ഒരേ ലെവലിൽ മോളിക്യൂൾസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഈക്വൽ കോൺസെൻട്രേഷൻ അറ്റൈൻ ചെയ്യാണ്. അപ്പോൾ ഈക്വൽ കോൺസെൻട്രേഷൻ അറ്റൈൻ ചെയ്യുന്നത് വരെ ഡിഫ്യൂഷൻ നടക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ന്യൂട്രിയൻസ് ഡൈജഷൻ നടന്നു കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ന്യൂട്രിയൻസ് ഡിഫ്യൂഷൻ വഴിയാണ് എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ വഴിയാണ്, ഓസ്മോസിസ് വഴിയാണ്. ഇത്തരം 3 പ്രോസസ്സ് വഴിയാണ് ഡിഫ്യൂഷൻ നമ്മുടെ ന്യൂട്രിയൻസ് നമ്മുടെ ബോഡിയിലേക്ക് എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ അതിനാണ് ഡിഫ്യൂഷൻ എന്താണെന്നുള്ളത് നേരത്തെ ഞാൻ പറഞ്ഞത്. ഇനി ഡിഫ്യൂഷൻ്റെ ഒരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഡിഫ്യൂഷൻ എയറിൽ എങ്ങനെ നടക്കുക എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുന്നില്ല, നമ്മളിങ്ങനെ എന്താ പറയുക, ഡൈനിങ് ഹാളിൽ മറ്റും ഇരിക്കുകയായിരിക്കും. പക്ഷേ അടുക്കളയിൽ നിന്ന് വരുന്ന ആ സ്മെല്ല്, അവിടെ അമ്മ എന്താണോ ഉണ്ടാക്കുന്നത് അത് നമ്മൾ കറക്റ്റായിട്ട് അറിയും അല്ലേ. അവിടെ നിന്ന് ഇങ്ങനെ സ്മെല്ല് എന്ത് ചെയ്യുന്നുണ്ട്, ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലേക്ക് എത്തുന്നുണ്ട്. അങ്ങനെയാണ് നമ്മൾ ആ സ്മെല്ല് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ഒരു റൂമിൻ്റെ ഒരു കോർണറിൽ നമ്മൾ ഒരു ചന്ദനത്തിരി കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് ആ റൂമിലെ എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്യും. അതെന്തുകൊണ്ടാണ്, എയറിൽ അവിടെ ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലേക്ക് അത് മൂവ് ചെയ്യുകയാണ്. ഇനിയിപ്പോൾ സ്പ്രേ അടിച്ചാൽ തന്നെ, റൂമിലൊരു ഭാഗത്ത് സ്പ്രേ അടിച്ചാൽ തന്നെ അത് ഒരു ഭാഗത്തു നിന്ന് മറ്റെല്ലാ ഭാഗത്തിലേക്കും സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഡിഫ്യൂഷൻ എക്സാമ്പിളാണ്. അപ്പോൾ നിങ്ങൾ ഡിഫ്യൂഷൻ എന്താണെന്ന് ആദ്യം എഴുതണം. എന്നിട്ട് ഡിഫ്യൂഷൻ്റെ മോർ എക്സാമ്പിൾസ് നിങ്ങൾ കണ്ടെത്തണം. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇത് ഇവിടെ നിന്ന് അങ്ങോട്ട് ഇനി നമുക്ക് പഠിക്കാനുള്ള എല്ലാ ഭാഗത്തും പഠിക്കാനുണ്ടാവും ഡിഫ്യൂഷന്, ഓസ്മോസിസ് എല്ലാം. വേറൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഒരു മഷി എടുത്തിട്ട് വെള്ളത്തിലേക്ക് വെള്ളത്തിൻ്റെ ഒരു ഭാഗത്ത് മാത്രം അത് ഒന്ന് ഡ്രോപ്പ് ചെയ്തു, ഒന്ന് ഒറ്റിച്ചു കൊടുത്താൽ അത് പതിയെ എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡായി പോകും. അതും ഡിഫ്യൂഷന് മറ്റൊരു എക്സാമ്പിളാണ്.
അങ്ങനെ ഒരുപാട് എക്സാമ്പിൾ ഡിഫ്യൂഷന് കിട്ടാനുണ്ട്, ഒരുപാട് ഇൻട്രസ്റ്റിംഗ് എക്സാമ്പിൾസ് കിട്ടാനുണ്ട്. അപ്പോൾ നിങ്ങൾ ഡിഫ്യൂഷൻ എന്താണെന്ന് എഴുതിയിട്ട് ഡിഫ്യൂഷൻ്റെ കുറച്ച് എക്സാമ്പിൾസും എഴുതണം. ഇനി നമ്മുടെ ബോഡിയിൽ ഡൈജഷൻ്റെ പാർട്ടായിട്ട് ദ അബ്സോർപ്ഷൻ ഓഫ് ഫാറ്റി ആസിഡ് ആൻഡ് ഗ്ലിസറോൾ ടു ലാക്റ്റിയൽ ടേക്സ് പ്ലേസ് ബൈ സിമ്പിൾ ഡിഫ്യൂഷൻ. അപ്പോൾ സിമ്പിൾ ഡിഫ്യൂഷനിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ബോഡിയിലേക്കുള്ള ഫാറ്റി ആസിഡും ഗ്ലിസറോളും ലാക്റ്റിയലിലേക്ക് അബ്സോർബ് ചെയ്യപ്പെടുന്നത്. ആ എക്സാമിന് എപ്പോഴും ചോദിക്കും, ഹൗ ഫാറ്റി ആസിഡ് ആൻഡ് ഗ്ലിസറോൾ ആർ അബ്സോർബ്ഡ് ടു ലാക്റ്റിയൽ. ഏത് മെത്തേഡിലൂടെയാണ് ഫാറ്റി ആസിഡും ഗ്ലിസറോളും ലാക്റ്റിയലിലേക്ക് അബ്സോർബ് ചെയ്യുന്നു എന്നുള്ള എക്സാമിന് എപ്പോഴും ചോദിക്കാറുണ്ട്. സോ ദ പ്രോസസ് ഇസ് സിമ്പിൾ ഡിഫ്യൂഷൻ. ഇനി നിങ്ങൾ നേരത്തെ കണ്ട പിക്ചറിൽ സെൻറ്ററിലൊരു ബ്രേക്ക് ചെയ്തൊരു ലൈൻ കാണുന്നുണ്ടാവും. അത് മെംബ്രെയിനെയാണ് സൂചിപ്പിക്കുന്നത്. മെംബ്രെയിൻ, ലസ്തരം, നമുക്കറിയാം സെൽ മെംബ്രെയിനൊക്കെ ഉണ്ടാവാറുണ്ട്. ഡിഫ്യൂഷൻ ക്യാൻ ഓൾസോ ടേക്സ് പ്ലേസ് വിത്തൗട്ട് എ സെമി പെർമിയബിൾ മെംബ്രെയിൻ. അപ്പോൾ ഇനി ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ, ഒരു മെംബ്രെയിൻ ഇല്ലെങ്കിൽ കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിഫ്യൂഷൻ നടക്കാൻ പറ്റും. അപ്പോൾ കോശങ്ങളിൽ സെല്ലുകളുടെ അപ്പുറവും ഇപ്പുറവും മാത്രമല്ല, സെല്ലുകളിലൂടെ മാത്രമല്ല ഡിഫ്യൂഷനെ, നമുക്കൊരു മെംബ്രെയിൻ ഇല്ലെങ്കിൽ കൂടി ഡിഫ്യൂഷൻ അവിടെ നടക്കാൻ പറ്റും. സ്പ്രെഡ് ഓഫ് ഓർഡർ ഇൻ എയർ ആൻഡ് സ്പ്രെഡ് ഓഫ് ഇങ്ക് ഇൻ വാട്ടർ ആർ ഓൾസോ ഡിഫ്യൂഷൻ. അപ്പോൾ അത് മറ്റ് എക്സാമ്പിൾസ് നിങ്ങൾക്ക് പറഞ്ഞതാണ്. മെംബ്രെയിൻ ഇല്ലാണ്ട് എങ്ങനെയാണ് ഡിഫ്യൂഷൻ നടക്കുന്നത്. ഓർഡർ എന്ന് പറഞ്ഞാൽ സ്മെല്ലാണ്. സോ സ്പ്രെഡ് ഓഫ് ഓർഡർ ഇൻ എയർ, സ്പ്രെഡ് ഓഫ് സ്മെൽ ഇൻ ദ എയർ ആൻഡ് സ്പ്രെഡ് ഓഫ് ഇങ്ക് ഇൻ വാട്ടർ ആർ ദ എക്സാമ്പിൾസ് ഓഫ് ഡിഫ്യൂഷൻ. ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങൾ സിമ്പിളായിട്ട് കുറച്ച് ഉജാല ഒരു വാട്ടറിൽ എടുത്തിട്ട് ആ ഡിഫ്യൂഷൻ ചെയ്യുന്ന ഒരു വീഡിയോ എനിക്ക് അയച്ചു തരണം. ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക. നിങ്ങൾക്കിപ്പോൾ യൂട്യൂബ് ചാനലൊക്കെ ചെയ്യാൻ അറിയുന്ന കുറേ മക്കളാണല്ലോ. അപ്പോൾ നിങ്ങളൊരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അതിനകത്തേക്ക് ഒരു ഡ്രോപ്പ് ഇങ്കുറ്റിക്കുക, കുറച്ച് മഷി, കുറച്ച് ഉജാല ഇട്ടിച്ച് കഴിഞ്ഞാൽ അത് സ്പ്രെഡ് ചെയ്യുന്ന ഒരു വീഡിയോ നിങ്ങൾ എനിക്ക് എടുത്ത് അയച്ചു തരണം. നിങ്ങളത് ചെയ്ത് നോക്കണം. ഡിഫ്യൂഷൻ നിങ്ങൾ കാണണം. ഓക്കെ, ചന്ദ്രദേവി നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു കേസാണ്. നിങ്ങൾ കത്തിച്ച് നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ബയോളജി എന്നല്ല, സയൻസോ എന്ത് പഠിക്കുമ്പോഴും അത് മനസ്സിലാക്കി അറിഞ്ഞിട്ട് വേണം പഠിക്കാൻ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഡിഫ്യൂഷനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഡിഫ്യൂഷൻ്റെ നോട്ട്സ്, ഡിഫ്യൂഷൻ്റെ എക്സാമ്പിൾ, ഡിഫ്യൂഷൻ്റെ ഈ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ട് അതും എനിക്ക് അയച്ചു തരണം. രണ്ടാമത്തെ ടൈപ്പ് ഡിഫ്യൂഷനാണ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. ഈ ഫെസിലിറ്റേറ്റഡ് എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഫെസിലിറ്റേറ്റ് ചെയ്യുക അല്ലേ, സഹായിക്കുക. അപ്പോൾ ഒരാൾ സഹായത്തോട് കൂടിയിട്ടാണ് അവിടെ ഡിഫ്യൂഷൻ നടക്കുന്നത്. അപ്പോൾ ഇവിടെ സഹായിക്കാൻ നിൽക്കുന്ന പുറത്തുനിന്നുള്ള ഒരാളാണ് പ്രോട്ടീൻസ്. അപ്പോൾ ഒരു പ്രോട്ടീൻ്റെ സഹായത്തോട് കൂടിയിട്ട്, ഒരു കാരിയർ പ്രോട്ടീൻ്റെ സഹായത്തോട് കൂടിയിട്ട് മോളിക്യൂൾസിനെ ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലേക്ക് മൂവ് ചെയ്യിപ്പിക്കുക. ഇതാണ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻസ്. മൂവ്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾസ് ഫ്രം ഹൈ ടു ലോ കോൺസെൻട്രേഷൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ കാരിയർ പ്രോട്ടീൻ. ഒരു കാരിയർ പ്രോട്ടീൻ്റെ സഹായത്തോട് കൂടിയിട്ട് ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലേക്ക് മോളിക്യൂൾസിനെ മൂവ് ചെയ്യിക്കുക എന്നുള്ള ഒരു പ്രോസസ്സാണ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. മനസ്സിലായോ? ഈ പിക്ചർ കണ്ടിട്ട് നിങ്ങൾക്ക് വലിയ കൺഫ്യൂഷൻ വേണ്ട. രണ്ട് പിക്ചറും ഒരേ അർത്ഥം തന്നെയാണ് ഏകദേശം. പക്ഷെ നിങ്ങൾ ആ അടിയിലുള്ള ചാനൽ പ്രോട്ടീനും കാരിയർ പ്രോട്ടീനും ഒന്നും മൈൻഡ് ചെയ്യേണ്ട. പകരം ആ സെൽ മെംബ്രെയിനിലുള്ള ഒരു വയലറ്റ് കളർ സബ്സ്റ്റൻസ് കണ്ടില്ലേ, അതൊരു കാരിയർ പ്രോട്ടീനാണ്, മൂവ് ചെയ്യിക്കാൻ സഹായിക്കുന്ന ഒരു കാരിയർ പ്രോട്ടീൻ. അപ്പോൾ ആ കാരിയർ പ്രോട്ടീൻ്റെ സഹായത്തോട് കൂടിയിട്ട് ഇവിടെ മോളിക്യൂൾസിൻ്റെ മൂവ്മെൻറ്റ് നടക്കുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. മനസ്സിലായല്ലോ? ഒരു കാരിയർ പ്രോട്ടീൻ സഹായത്തോട് കൂടിയിട്ട് ഹയർ കോൺസെൻട്രേഷനുള്ള ഭാഗത്തു നിന്ന് മോളിക്യൂൾസിനെ ലോവർ കോൺസെൻട്രേഷനുള്ള ഭാഗത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ്റെ പ്രോസസ്സ്. ഇനി ഇവിടെ എന്തൊക്കെ മൂവ്മെൻറ്റ്സാണ്, ഏതിൻ്റെയൊക്കെ മൂവ്മെൻറ്റ്സ് അതിൽ നടക്കുക? ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്. അപ്പോൾ ഇത്തരത്തിലുള്ള ആൾക്കാരുടെ മൂവ്മെൻറ്റ്, ഇത്തരത്തിലുള്ള ന്യൂട്രിയൻസിൻ്റെ മൂവ്മെൻറ്റാണ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ്റെ സഹായത്തോട് കൂടിയിട്ട് നടക്കുന്നത്. അപ്പോൾ ആ പേര് തന്നെ നീ മനസ്സിലാക്കണം, ഫെസിലിറ്റേറ്റ് ചെയ്യുക, അതിനെ സഹായിക്കുക. അപ്പോൾ സഹായിക്കാനുള്ള ആളാണ് കാരിയർ പ്രോട്ടീൻ. സോ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ഈസ് എ പ്രോസസ് ഓഫ് മൂവ്മെൻറ്റ് ഓഫ് മോളിക്യൂൾസ് ഫ്രം ഹയർ കോൺസെൻട്രേഷൻ ടു ദി ലോവർ കോൺസെൻട്രേഷൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ കാരിയർ പ്രോട്ടീൻ സീൻ ഇൻ ദ സെൽ മെംബ്രെയിനിൽ കാണുന്ന ഒരു കാരിയർ പ്രോട്ടീൻ സഹായത്തോട് കൂടിയിട്ട് മൂവ്മെൻറ്റ്സ് നടത്തുക, മോളിക്യൂൾസിൻ്റെ മൂവ്മെൻറ്റ്സ് നടത്തുക എന്നുള്ളതാണ് ആരുടെ ഫംഗ്ഷൻ, ആരുടെ പ്രോസസ്സ്? ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ്റെ പ്രോസസ്സ്. ഇനി ഏതൊക്കെ ന്യൂട്രിയൻസാണ് ഇതുവഴി മൂവ് ചെയ്യുന്നത്? ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ് എന്ന് പറയുന്നതൊക്കെ എക്സെട്ര, അത്തരം മോളിക്യൂൾസൊക്കെയാണ് ഇതുവഴിയിട്ട് മൂവ് ചെയ്യുന്നത്.
അപ്പോൾ ഇത്രയാണ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. പലപ്പോഴും എക്സാമിന് കാണാറുണ്ട് സിമ്പിൾ ഡിഫ്യൂഷൻ്റെയും ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ്റെയും തമ്മിലുള്ള ഡിഫറൻസ് അല്ലെങ്കിൽ കമ്പാരിസൺ. സോ ഇതൊരു ജസ്റ്റ് ഒരു 1 പോയിൻ്റ് മാത്രമേ ഉള്ളൂ. നിങ്ങളുടേതായ ഭാഷയിൽ നിങ്ങൾ ഒരു ടേബിൾ വരച്ചിട്ട് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനെ കുറിച്ചും സിമ്പിൾ ഡിഫ്യൂഷനെ കുറിച്ചും നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ ടേബിൾ വൈസ് കമ്പയർ ചെയ്തിട്ട് പഠിക്കുക, അതെനിക്ക് അയച്ചു തരണം.